ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രത്യേകം സ്റ്റോക്കുകളല്ല. നമ്മൾ കഴിഞ്ഞ 3 മാസം കൊണ്ട്, അതായത് നവംബർ, ഡിസംബർ, ജനുവരി, അതിന് കഴിഞ്ഞ 3 മാസത്തിൽ നമ്മൾ യൂട്യൂബിൽ കൊടുത്ത റെക്കമെൻഡേഷൻസ് ഉണ്ട്, സ്റ്റോക്കുകൾ. അത്ര സ്റ്റോക്കുകൾ റെക്കമെൻഡേഷൻസ് ചെയ്തു എന്ന് പ്രത്യേകമായിട്ട് പറയാം. 29 സ്റ്റോക്കാണ് യൂട്യൂബിലൂടെ നമ്മൾ റെക്കമെൻഡേഷൻസ് ആയിട്ട് കൊടുത്തത്. അതിൽ 24 സ്റ്റോക്ക് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 5 സ്റ്റോക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഏതൊക്കെ 29 സ്റ്റോക്ക് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടി അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ലോസ് കിട്ടിയെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യഥേഷ്ടം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാനധികം വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് വളരെ വേഗത്തിൽ തന്നെ കിടക്കാം. ഓക്കെ, ആദ്യം പറഞ്ഞ സ്റ്റോക്ക് ദീപാവലി പീക്കായിട്ട് പറഞ്ഞത് HEG എന്ന് പറഞ്ഞ സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 28% പ്രോഫിറ്റ് വെറും 24 ദിവസം കൊണ്ട് നേടിയിട്ടുണ്ട്. പിന്നെ IEX പറഞ്ഞ സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 27 ദിവസം കൊണ്ട് 25% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അദാനി എൻസോൾ എന്ന് പറഞ്ഞ സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിത്തിൻ ഡേ ഒരൊറ്റ ദിവസം കൊണ്ട് 16% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആസ്ട്രോൺ എന്ന് പറഞ്ഞ സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 13 ദിവസം കൊണ്ട് 25% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മോട്ടോജൻ ഫിനാൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് 2 ദിവസം കൊണ്ട് 32% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് റോസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. നമ്പർ 1 സ്റ്റോക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. 6% സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരിക്കണം. ലോസ് വന്നേക്കുന്നത് 6%ാണ് SL ഹിറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി തുടർന്ന് കാൽ സോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി പറഞ്ഞിട്ടുണ്ട് 13% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് 24 ദിവസം കൊണ്ട്. പിന്നെ ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് 13% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എത്ര ദിവസം കൊണ്ട്? 24 ദിവസം കൊണ്ട്. പിന്നെ RSWM എന്ന് പറഞ്ഞ സ്റ്റോക്ക് 17% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 27 ദിവസം കൊണ്ട് 17% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബയോകോൺ എന്ന് പറഞ്ഞ സ്റ്റോക്ക് 40 ദിവസം കൊണ്ട് 22% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 40 ദിവസം കൊണ്ട് 22% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ടീം ലീസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് 20 ദിവസം കൊണ്ട് 22% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 20 ദിവസം കൊണ്ട് 22% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ NDTV എന്ന് പറഞ്ഞ സ്റ്റോക്ക് 19 ദിവസം കൊണ്ട് 15% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് 17 ദിവസം കൊണ്ട് 25% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇക്കോ ബോർഡ് ഇൻഡസ്ട്രീസ് 27 ദിവസം കൊണ്ട് 27% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇക്കോ എനർജി എന്ന സ്റ്റോക്ക് 60 ദിവസം കൊണ്ട് 37% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നഹർ സ്പിന്നിങ് മിൽസ് എന്ന സ്റ്റോക്ക് 63 ദിവസം കൊണ്ട് 17% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത്തിരി സമയം കൂടുതൽ പിടിച്ചിട്ടുണ്ട്. 63 ദിവസം കൊണ്ടാണ് 17% പ്രോഫിറ്റ് കിട്ടിയത്. പിന്നെ പാൽക്കോ മെറ്റൽസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് 66 ദിവസം കൊണ്ട് 25% പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒബ്ജക്റ്റ് 1 ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ സ്റ്റോക്ക് 11 ദിവസം കൊണ്ട് 22% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സുപ്രിയ ലൈഫ് സയൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് 58 ദിവസം കൊണ്ട് 30% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഗണേഷ് ബെൻസോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് 65 ദിവസം കൊണ്ട് 35% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ക്രോംപ്ടൺ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 8% ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സിറ്റ കോട്ടൺ എന്ന് പറഞ്ഞ സ്റ്റോക്ക് 23% ലോസ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. പിന്നെ അടുത്തൊരു സ്റ്റോക്ക് പ്രിവെസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഉണ്ട്, അതും സ്റ്റോപ്പ് ലോസ് ഹിറ്റായി 7.5% സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഇതിൽ എക്സിറ്റ കോട്ടൺ എന്ന് പറഞ്ഞ സ്റ്റോക്ക് മാത്രം ഈ സ്റ്റോപ്പ് ലോസ് ഇത്തിരി അധികമായി നമ്മൾ വെച്ചത്. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് അത് പല ആളുകളും യൂട്യൂബിലോട് ചോദിക്കുന്നത് എക്സിറ്റ കോട്ടണിൽ ലോസ് വന്നു എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ കുറേ നെഗറ്റീവ് കമൻറ്റ് അല്ല, അവരുടെ വിഷമം കൊണ്ടാണ് അവർ കമൻറ്റ് ചെയ്യുന്നത് എക്സിറ്റ കോട്ടണിൽ ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് പറഞ്ഞത്. കഴിഞ്ഞ നവംബർ, ഡിസംബർ, ജനുവരി കഴിഞ്ഞ 3 മാസങ്ങളിൽ നമ്മൾ റെക്കമെൻഡേഷൻസ് ചെയ്ത വീഡിയോസിൽ വെറും 5 സ്റ്റോക്ക് മാത്രം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുള്ളൂ. എല്ലാ സ്റ്റോക്കും തന്നെ 10% താഴെയാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയത്. 7 അല്ലെങ്കിൽ 8% അടുത്ത് ഒരു സ്റ്റോക്ക് മാത്രം എക്സിറ്റ കോട്ടൺ മാത്രം 23% സ്റ്റോപ്പ് ലോസ് വെച്ചു. കാരണം അത്ര സ്റ്റോപ്പ് ലോസ് വെക്കാണ്ട് നിവൃത്തിയില്ല. അത് അവിടെയാണ് സപ്പോർട്ട് സോൺ. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് 2 ദിവസം മുന്നേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ട് അതിനുശേഷം ഇന്നലെ ഒരു 4% അടുത്ത് മുകളിലേക്ക് അപ്സൈഡ് പോയിന്റ്, ഇന്നും ഒരു 1.5-2% അടുത്ത് അപ്സൈഡ് പോയിന്റ്. അത് നമ്മൾ നോക്കണ്ടേ, കാരണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി നമ്മൾ പിന്നെ ആ സ്റ്റോക്കിനെ കുറിച്ച് അധികം വറീഡ് ആവണില്ല. ഓക്കെ,
കുറച്ചുകൂടി സ്റ്റോക്ക് പറയാനുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ടോപ്പ് നമ്മുടെ പെർഫോമൻസ് കാഴ്ചവെച്ചത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്കായിരുന്നു. 55 ദിവസം കൊണ്ട് 64%, എത്ര 64% പ്രോഫിറ്റാണ് വെറും 55 ദിവസം കൊണ്ട് നേടുന്നത്. നമ്മൾ പറയുന്നത് 55 ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് ട്രേഡിംഗ് ഡേയ്സ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതല്ലാതെ നിങ്ങൾ ശനി ഞായറും കൂടി ഉൾപ്പെടുത്തരുത്. എല്ലാ ദിവസങ്ങളും പറയുന്നത് ട്രേഡിംഗ് ചെയ്യുന്ന, അതായത് ട്രേഡ് ചെയ്യപ്പെടുന്ന ദിവസങ്ങൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 55 ദിവസം കൊണ്ട് 64% സൂപ്പർ ഹിറ്റായിട്ടുള്ള സ്റ്റോക്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് നമുക്ക് ലഭിച്ചത്. പിന്നെ കർണാടക ബാങ്ക് പറഞ്ഞു 55 ദിവസം കൊണ്ട് തന്നെ 35% പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ കാനറ ബാങ്ക് പറഞ്ഞു 55 ദിവസം കൊണ്ട് 48% പ്രോഫിറ്റ്. നമ്മൾ ചിന്തിക്കണം, ഒരു 55 ദിവസം കൊണ്ട് ഒരു 48% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതും സൂപ്പർ സ്റ്റോക്കായിരുന്നു കാനറ ബാങ്ക്. പിന്നീട് ബാങ്ക് ഓഫ് ബറോഡ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും 55 ദിവസം കൊണ്ട് 38% പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ 4 ബാങ്കിങ് സ്റ്റോക്ക് ഒരു ഒറ്റ ദിവസമാണ് വീഡിയോയിൽ ചെയ്തത്. ഈ 4 ബാങ്കിങ് സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഏത് സ്റ്റോക്ക് എടുത്താലും ഏറ്റവും കുറവ് പ്രോഫിറ്റ് കിട്ടിയത് കർണാടക ബാങ്കിലാണ് 35% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് 55 ദിവസം കൊണ്ട്. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് 64% പ്രോഫിറ്റ് 55 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സ്റ്റോക്ക് ഉണ്ട്, ആ സ്റ്റോക്കും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ട് വെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മൾ പറഞ്ഞത്. പ്രിവെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ട് എത്ര 7.66%, 7.5% മാത്രമാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് 29 സ്റ്റോക്ക് ഈ 3 മാസം കൊണ്ട് റെക്കമെൻഡേഷൻ കൊടുത്തു. അതിൽ 5 സ്റ്റോക്ക് മാത്രമാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുള്ളത്. ബാക്കി 24 സ്റ്റോക്ക് നല്ല പ്രോഫിറ്റ് ലൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിൽ ഒരു സ്റ്റോക്ക് മാത്രമാണ്, ഈ എക്സിറ്റ കോട്ടൺ എന്ന് പറഞ്ഞ സ്റ്റോക്ക് മാത്രമാണ് ഈ സ്റ്റോപ്പ് ലോസ് ഇത്തിരി അധികമായി പോയിരിക്കുന്നത്. ബാക്കി എല്ലാ സ്റ്റോക്കുകളും 7-8% അടുത്ത സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുള്ളൂ. പക്ഷെ അതിനുവേണ്ടി ടാർഗറ്റ് കിട്ടിയേക്കുന്ന പല സ്റ്റോക്കുകളും നിങ്ങൾക്ക് അറിയാൻ വേണ്ട. സൗത്ത് ഇന്ത്യൻ ബാങ്കിലൊക്കെ 64% പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ 3 മാസത്തിൽ നമ്മുടെ സ്റ്റോക്കുകളുടെ അവലോകനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം 1-2 സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചാനലിൽ മോശമാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഈ പറഞ്ഞ 29 സ്റ്റോക്കുകളുടെ ഹിസ്റ്ററി നമുക്ക് യൂട്യൂബിൽ നോക്കി അറിയാം. ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ഞാൻ അത്രയാണ് ബൈ ലെവൽ പറയുന്നത്, എത്ര വരെ പോയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അതിൽ മനസ്സിലാക്കാം. ഓക്കെ, സബ്സ്ക്രൈബ് കാര്യം പറയാണ്, ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസ് എടുക്കുന്നതിന് ശേഷം മാത്രം സ്വീകരിക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്താണ്. ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ ഓൾ.